ഇന്നിപ്പോൾ ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബീട്രൂട്ട് കൊണ്ട് 4 ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് ആ മിൽക്ക് ഷേക്കും ഫ്രഷ് ജ്യൂസൊക്കെ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് അത് ഇട്ട് കൊടുക്കണേന്. എന്നിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടൊരു 3 വിസിൽ അടിക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിൻ്റെ കളറൊന്നും പോകാൻ പാടില്ല, അതിൻ്റെ നാച്ചുറൽ കളർ തന്നെ നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ആ വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള എയറും കൂടെ ആ ആവിയും കൂടി അങ്ങോട്ട് കളഞ്ഞെടുക്കണം. 3 വിസിലായി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആ വെയിറ്റ് ഒന്ന് പൊക്കിയിട്ട് ആ എയറും കൂടി ഒന്ന് റിലീസ് ചെയ്ത് വിടണം. അപ്പോൾ ആ ബീട്രൂട്ട് ഒരുപാട് വെന്തിട്ടും ഉണ്ടാവില്ല, അത്യാവശ്യം വേവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതിൻ്റെ നാച്ചുറൽ കളർ അങ്ങനെ തന്നെ ഉണ്ടാകും. ഇതാ തുറന്ന് കാണിച്ചു തരാം, ഒട്ടും കളർ ചേഞ്ച് വന്നിട്ടില്ല. അതായത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് ജ്യൂസാക്കാം. അതിൻ്റെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3/4 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കണേന്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം, നല്ല തണുത്ത വെള്ളമാണ്, പാലും നല്ല തണുത്ത പാലാണ്. ഇനി ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര. ഇനി അതിൽ നിന്ന് ഒരു 5-6 കഷ്ണം ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം. പാല് തിളപ്പിച്ച് ആറിയ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ ജ്യൂസ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി ഏലക്ക ഇല്ലാതെയും ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതൊന്ന് അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇതിപ്പോൾ ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു വ്യത്യാസത്തിൽ വേറൊരു ജ്യൂസും കൂടി നമുക്ക് അടിക്കാം. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് പാല്, തണുത്ത പാല്, ഒരു 1/2 കപ്പ് തണുത്ത വെള്ളം, ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ, ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തത്. 3 വരെ എടുക്കാം, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി കുറച്ച് പിന്നെ ബീട്രൂട്ടിൻ്റെ ആ പീസസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഞാൻ ചേർക്കാൻ പോണത് വാനില എസൻസ് ആണ്. ഒരു 2 ഡ്രോപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ജ്യൂസായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ആദ്യത്തെ ജ്യൂസും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 ടൈപ്പ് ജ്യൂസായിട്ടുണ്ട്. ഇനി 3ാമത്തെ ജ്യൂസ് നമുക്ക് എടുക്കാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് അരച്ചെടുക്കണം, ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിന് ഇതൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഈ 4 ജ്യൂസും ബീട്രൂട്ട് പേസ്റ്റ് ചേർത്തോ അല്ലെങ്കിൽ ബീട്രൂട്ട് അങ്ങനെ പീസസ് ഇട്ടോ നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് കുറച്ചും കൂടെ എളുപ്പം പേസ്റ്റാക്കി വെച്ചിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് വല്ല ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും എടുത്തു കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് അടച്ച് മൂടി, വെള്ളമൊന്നും ഇല്ലാതെ നനവൊന്നും ഇല്ലാതെ അടച്ച് മൂടി വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഇതൊരു 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച വരെയൊക്കെ കേടാവാതെ ഇരിക്കും. ഒരു എയർ ടൈറ്റായ പാത്രത്തിൽ വേണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഫ്രഷ് ജ്യൂസാണ്. ഈ നാരങ്ങ കൊണ്ടൊക്കെ ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. അതിന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബീട്രൂട്ട് പേസ്റ്റ് ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് തണുത്ത വെള്ളവും ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പകുതി നാരങ്ങയാണ്. അതൊന്ന് പിഴിഞ്ഞിട്ട് ആ നാരങ്ങയും ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വിപ്പ് ചെയ്ത് ഒരു 2-3 പ്രാവശ്യം വിപ്പ് ചെയ്ത് അല്ലെങ്കിൽ പൾസ് ചെയ്ത് മാത്രം എടുത്താൽ മതി. ഒരുപാട് അടിക്കുമ്പോൾ അങ്ങോട്ട് കയ്പ്പ് വരും. ഇനി പെട്ടെന്ന് വേഗം തന്നെ കുടിക്കാനാണെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നാരങ്ങയുടെ തൊണ്ടിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കതും ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ 4ാമത്തെ ജ്യൂസ് കുറച്ച് പുളിപ്പും കുറച്ച് മധുരവും കൂടി ചേർന്നതാണ്. അതിന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് അതിനകത്തേക്ക് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് തണുത്ത വെള്ളവും ഒഴിക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കിൽ അല്പം മധുരമുള്ള കാരണം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ നാരങ്ങയുടെ പകുതി
എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ 1 ടേബിൾ സ്പൂൺ ഇല്ല, ആ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇത്രയും പുളിപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പുളിപ്പ് കുറച്ചെടുത്താൽ മതി. ഇനി പുളി ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ നാരങ്ങ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. ഇത് അരിച്ചു കൊടുക്കേണ്ട, നമുക്ക് അതും കൂടെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ബീറ്റ്റൂട്ട് കൊണ്ട് 4 വെറൈറ്റി ടേസ്റ്റിലുള്ള ജ്യൂസസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയറും കൂടെ ചെയ്യണം. താങ്ക്